ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു ബലൂൺ പഫ് സ്ലീവാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു പേപ്പറിലാണ് സ്ലീവിന് വേണ്ടി അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു പേപ്പർ എടുത്തിട്ട്, ഒരു വേസ്റ്റ് പേപ്പർ എടുത്തിട്ട് അതിന് രണ്ടായി മടക്കിയിട്ടിട്ട് നമ്മൾ സ്ലീവിനുള്ള അളവെടുക്കാം. അപ്പോൾ ഞാനിവിടെ 4 ഇഞ്ച് ആം ഹോളുള്ള ഒരു സ്ലീവാണ് ചെയ്യുന്നത്. 4 ഇഞ്ച് ആം ഹോളും അതിനൊരു ഇഞ്ച് അലവൻസും കൂടി കൊടുത്തിട്ട് 5 ഇഞ്ച് ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴോട്ടേക്ക് ഞാൻ 5 ഇഞ്ചാണ് 4.5 ഇഞ്ചാണ് സ്ലീവിനുള്ള ലെങ്ത്ത് കൊടുക്കുന്നത്. 1/2 ഇഞ്ച് അടി മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ട്. അടി മടക്കി തയ്ക്കുന്നില്ല, നമ്മൾ ലൈനിങ് പാർട്ട് വെച്ചിട്ട് മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/2 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു സ്ക്വയർ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ സിമ്പിളായിട്ട് നമ്മൾ കൊടുത്തതിൽ നിന്ന് നമ്മൾ 1 ഇഞ്ചാണ് നമ്മൾ സ്ലീവിന് അലവൻസ് കൊടുത്തിട്ടുള്ളത്. അതിനൊരു 1.5 ഇഞ്ച് വിട്ടിട്ട് ഞാനൊന്ന് മാർക്ക് ചെയ്ത് അതിന് ശേഷം താഴോട്ടേക്ക് ഒരു 2 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്, മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ എന്ത് ചെയ്യുക, സ്ലീവിൻ്റെ കർവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഈ കോണിൽ നിന്ന് നമുക്ക് 4.5 ഇഞ്ചാണല്ലോ നമ്മുടെ സ്ലീവ് വരുന്നത്. 4 ഇഞ്ചാണ് നമ്മുടെ ആം ഹോൾ വരുന്നത്. ഏകദേശം അത് കിട്ടുന്ന ഒരു 4.5 ഇഞ്ച് കിട്ടുന്ന ഒരു പോയിൻ്റ് നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന്, അങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് കഴിയാന്നുണ്ടെങ്കിൽ നേരെ തന്നെ ഒരു കർവ് ഷേപ്പിൽ ഇതേപോലെ കൊടുത്തിട്ട് അലവൻസിൽ നിന്ന് നേരെ ഒരു സ്ട്രൈറ്റ് ലൈന് കൊടുക്കുക. ഇങ്ങനെ കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, താഴേക്ക് നമ്മുടെ അടിഭാഗത്ത് സ്ലീവിൻ്റെ അറ്റത്ത് നമ്മൾ എത്ര ആണോ വരുന്നത് അതും കൂടി ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് നിങ്ങൾ ഷേപ്പ് ചെയ്യുക കേട്ടോ. സോറി, ഞാൻ സ്ലീവിൻ്റെ അടിഭാഗം അളവ് കൊടുത്തിട്ടില്ല. അപ്പോൾ എനിക്ക് അടിയിലേക്ക് വേണ്ടത് 3 ഇഞ്ചാണ് കേട്ടോ വേണ്ടത്. 3.5 ഇഞ്ച്. അതിന് 1/2 ഇഞ്ച് ഞാൻ അലവൻസും കൂടി കൊടുത്തിട്ട് ഇന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ അടിഭാഗത്തേക്ക് വേണ്ടത് അത്ര കൊടുത്തിട്ട് ഷേപ്പ് ചെയ്യാം, ഷേപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്യാം കേട്ടോ. അപ്പം കട്ട് ചെയ്ത സ്ലീവിനെ നമ്മളിതാ ഒരു വലിയ സ്ലീവ്, നമ്മൾ ബലൂൺ പഫാണ് ചെയ്യുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ പ്ലീറ്റ്സ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ കുറച്ച് വലിപ്പത്തിലുള്ള ഒരു തുണി എടുത്തിട്ട് അതിനെ കുറച്ച് നീളത്തിൽ രണ്ട് ഭാഗമായിട്ട് മടക്കിയിട്ടതാണിത്. അപ്പോൾ ഫോൾഡ് വരുന്ന ഭാഗം, ഫോൾഡ് ഇല്ലാത്ത ഭാഗത്ത് ഓപ്പൺ ആയിട്ടുള്ള സൈഡ്, ആ ഭാഗത്തേക്ക് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ കട്ട് ചെയ്ത് വെച്ച ആ കടലാസിൻ്റെ സ്ലീവിനെ വെച്ചിട്ടുണ്ട്. ഫോൾഡ് ചെയ്ത ഭാഗത്ത് നിന്ന് ഒരു 12 ഇഞ്ച് വിട്ടിട്ടാണ് ഞാൻ കട്ട് ചെയ്ത സ്ലീവിനെ വെച്ചിട്ടുള്ളത് കേട്ടോ. ഒരു 12 ഇഞ്ച് വിട്ടിട്ട് ഈ കട്ട് ചെയ്ത സ്ലീവിനെ ഞാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് സ്ലീവിൻ്റെ അതേ ഹൈറ്റ് ഞാൻ ഇവിടെ അടയാളപ്പെടുത്തി, ഫോൾഡ് ചെയ്ത ഭാഗത്ത് അടയാളപ്പെടുത്തി അതിൽ നിന്നൊരു 3 ഇഞ്ച് കൂടി കൂടുതൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സ്ലീവിൻ്റെ ലെങ്ത്തിനേക്കാൾ ഒരു 3 ഇഞ്ച് കൂടുതലായിട്ടാണ് ഫോൾഡ് ചെയ്ത് വെച്ച ഭാഗത്തേക്ക്, നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാവും, ഫോൾഡ് ചെയ്ത് വെച്ച ഭാഗത്തേക്ക് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ കറക്റ്റ് സ്ലീവിലേക്ക് ഇങ്ങനെ ഒരു കർവ് ഷേപ്പ് കൊടുത്തിട്ട് ഒരു ഷേപ്പ് കൊടുത്ത് വരച്ചെടുത്തിട്ടുണ്ട്. നമ്മളപ്പോൾ സ്ലീവ് വിട്ടിട്ടുള്ള ഈ വലിയ പോർഷനാണ് നമ്മൾ ബലൂൺ പഫിനായിട്ട് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് സിമ്പിളാണ് സംഭവം, നിങ്ങൾ വലിയ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. എന്നിട്ട് അതിനെ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് കട്ട് ചെയ്ത് ആ പീസ് വെച്ചിട്ട് തന്നെ നിങ്ങൾ ഒരു പീസും കൂടി കട്ട് ചെയ്തെടുക്കുക. നമ്മുടെ ഒരു സ്ലീവിനുള്ളതാണ് നമ്മളിപ്പോൾ കട്ട് ചെയ്തത്. ഇനി അതേപോലെ തന്നെ ഒരു സ്ലീവിനും കൂടിയുള്ളത് കട്ട് ചെയ്ത് എടുക്കുക.
അതിനുശേഷം നമ്മൾ ഈ കട്ട് ചെയ്ത ഒരു സ്ലീവ് എടുത്തിട്ട് അതിൻ്റെ ആം ഹോളുമായിട്ട് യോജിപ്പിക്കുന്ന ആ ഭാഗത്ത് ജസ്റ്റ് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. വെറുതെ തന്നെ അതിന് മടക്കൊന്നും വേണ്ട, നേർത്തി വെച്ചിട്ട് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ട് ഇതാ വീഡിയോയിൽ കാണുന്നത് പോലെ ആ സ്റ്റിച്ചിനെ ഒന്നിങ്ങനെ വലിച്ചു കൊടുക്കുക. നിങ്ങളുടെ മെഷീനിൽ സ്റ്റിച്ച് ഒന്ന് വലുതാക്കിയിട്ടിട്ട് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇതേപോലെ പ്ലീറ്റ്സ് ഇടാൻ വേണ്ടി സാധിക്കും. കണ്ടോ, നമ്മൾ നൂലിനെ ഒന്ന് വലിച്ചു കൊടുത്താൽ മതി. നമ്മൾ കെട്ടിടാതെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നൂലിനെ വലിച്ചാൽ കിട്ടും. നൂലിനെങ്ങനെ വലിച്ച് കൊടുത്താൽ നിങ്ങൾക്ക് അതേപോലെ തന്നെ നമ്മളെ സ്ലീവിൻ്റെ മറ്റേ അറ്റവും അതേപോലെ തന്നെ ഒന്ന് സ്റ്റിച്ച് ഇട്ടിടുക. ഇതേപോലെ ഒന്ന് നൂല് കൊണ്ട് ആ നൂലിനൊന്ന് വലിച്ചു കൊടുത്താൽ മതി. എൻ്റെ മെഷീൻ കുറച്ചൊരു കംപ്ലൈൻ്റ് ഉള്ളതുകൊണ്ട് എനിക്ക് സ്റ്റിച്ച് ചെറുതാണ്, അതുകൊണ്ടാണ് വലിച്ചിട്ട് പെട്ടെന്ന് കിട്ടാത്തത്. അപ്പോൾ നിങ്ങൾ സ്റ്റിച്ച് കുറച്ച് വലുതാക്കി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതേപോലെ ഫിനിഷായിട്ട് കിട്ടും. പ്ലീറ്റ്സ് ഇടാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്കാണ് കേട്ടോ. കാരണം ഈ നമ്മുടെ സ്ലീവ് ആകുമ്പോൾ പ്ലീറ്റ്സ് ഇടാൻ കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും, കാരണം കർവ് ഷേപ്പ് വരുന്നതാണല്ലോ. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ കട്ട് ചെയ്ത കടലാസിൻ്റെ അതേ സൈസിൽ ഒരു സ്ലീവ് ലൈനിങ് പീസ് കട്ട് ചെയ്തെടുക്കുക. നമ്മൾ ആദ്യം കട്ട് ചെയ്തില്ലേ പേപ്പറിൽ സ്ലീവ്, ആ അളവിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ലൈനിങ് പീസ് കട്ട് ചെയ്തെടുത്തിട്ട് ഇതേപോലെ നമ്മുടെ പഫിൻ്റെ അടിഭാഗത്ത്, ആം ഹോളുമായിട്ട് യോജിപ്പിക്കുന്ന ഭാഗമല്ലാതെ അടിഭാഗത്ത് വെച്ചിട്ട് അടിക്കുക. എന്നിട്ട് ഇപ്പം ഇങ്ങനെയാണ് നമ്മുടെ സ്ലീവ് കിട്ടിയിട്ടുള്ളത്. ഇനി ആം ഹോളുമായിട്ട് യോജിപ്പിക്കുന്ന ഭാഗത്തിന് നമ്മുടെ ബോഡി പാർട്ടുമായിട്ട് യോജിപ്പിക്കുക, ആം ഹോളിലേക്ക് യോജിപ്പിക്കുക. നിങ്ങൾ സാധാരണ നമ്മൾ യോജിപ്പിക്കുന്നത് പോലെ തന്നെ ലൈനിങ് പീസ് കൂടാതെയാണ് നമ്മളിത് യോജിപ്പിക്കുന്നത്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ലൈനിങ് പീസ് നമ്മുടെ ഞൊറിവിട്ട പീസിനെ അടിഭാഗത്ത് മാത്രമാണ് നമ്മൾ യോജിപ്പിച്ചിട്ടുള്ളൂ. ആം ഹോളിൻ്റെ സൈഡിൽ നമ്മളിപ്പോൾ യോജിപ്പിക്കുന്നില്ല. കാരണം അത് നമ്മൾ ആം ഹോൾ യോജിപ്പിച്ചിട്ട് ശേഷം യോജിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് തയ്യൽ തുമ്പൊന്നും കാണാത്ത രീതിയിൽ ഫിനിഷായിട്ട് നമുക്ക് യോജിപ്പിക്കാൻ സാധിക്കും. നമ്മൾ തീരെ തയ്യൽ തുമ്പൊന്നും പുറത്ത് കാണില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലൈനിങ് പീസ് കൂടാതെ തന്നെ മെയിൻ മെറ്റീരിയലിനെ മാത്രമാണ് നമ്മളിപ്പോൾ ആം ഹോളുമായിട്ട് യോജിപ്പിക്കുന്നത്. നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാവും. ഈ രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ രീതിയിൽ നമുക്ക് കിട്ടും. നമ്മൾ രണ്ട് സൈഡും നല്ല ഫിനിഷായിട്ട് അതിനെ നമ്മൾ യോജിപ്പിക്കുക കേട്ടോ. നമ്മുടെ മെയിൻ മെറ്റീരിയലുമായിട്ട് നമ്മൾ സ്ലീവിനെ യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ലൈനിങ് പാർട്ടിനെ കൂടി യോജിപ്പിക്കുന്നത് ഞാൻ കാണിക്കാം. അപ്പം നമ്മളിങ്ങനെ പ്ലീറ്റ്സ് ഇടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് നൂല് വലിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ അളവുമായിട്ട് കറക്റ്റാവുന്ന രീതിയിൽ നമ്മൾ പ്ലീറ്റ്സിനെ സെറ്റാക്കുക കേട്ടോ. നൂല് വലിച്ചിട്ട് നമ്മൾ കടലാസിൽ കട്ട് ചെയ്തില്ലേ ആ ഒരു സൈസിലേക്ക് ആ പ്ലീറ്റിനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവരിക കേട്ടോ. എന്നിട്ട് നമ്മൾ എന്താക്കുക, ലൈനിങ് മെറ്റീരിയലിനെ അടിഭാഗത്ത് വെച്ച് ഒന്ന് അടിച്ചു കൊടുക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഈ ലൈനിങ് മെറ്റീരിയലിനെ തിരിച്ചിട്ടിട്ട് ഈ കാണുന്ന പോലെ ആം ഹോളിൻ്റെ മറ്റേ സൈഡിൽ ഒരു ഭാഗം വെച്ചാണ് നമ്മളിപ്പോൾ അടിച്ചത്. ഇനി ലൈനിങ് മെറ്റീരിയലിനെ എടുത്തിട്ട് ഇതുപോലെ വീഡിയോയിൽ കാണുന്നത് പോലെ
ഉള്ളി തിരിച്ച് പിടിച്ചടിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് സ്ലീവ് ഉള്ളിലേക്ക് പോയിട്ട് തിരിച്ച് പിടിച്ചടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, തയ്യൽ തുമ്പൊന്നും കാണാത്ത രീതിയിൽ സ്ലീവിനെ കിട്ടുന്നതായിരിക്കും. ഇനി ഇതുപോലെ വീഡിയോയിൽ കാണുന്നത് പോലെ ഇതിനെ നമ്മൾ തിരിച്ചിടാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, നമുക്ക് തയ്യൽ തുമ്പൊന്നും കാണാത്ത രീതിയിൽ നല്ല പഫി ആയിട്ടുള്ള സ്ലീവ്, ബലൂൺ പഫ് സ്ലീവ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള സ്ലീവായിട്ടാണ് കിട്ടുക. ഈ രീതിയിൽ നമുക്ക് സ്ലീവ് കിട്ടിയിട്ടുണ്ട്. നല്ല ബലൂൺ പഫ് തന്നെയായിട്ട് നല്ല പഫായിട്ട് കിട്ടും കേട്ടോ. ഉൾഭാഗം കാണുന്നില്ല നിങ്ങൾ, നമുക്ക് തീരെ തയ്യൽ തുമ്പ് പുറത്ത് കാണുകയില്ല. കുട്ടികൾക്ക് നല്ല കംഫർട്ടബിൾ ആയിരിക്കും. ഒരു കുത്തുകയോ ഒന്നും തന്നെ ഉണ്ടായില്ല ഈ രീതിയിൽ സ്റ്റിച്ച് ചെയ്താൽ. ഞാൻ ലൈനിങ് മെറ്റീരിയലായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് സെയിം മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ. അപ്പം നിങ്ങൾ കോട്ടനോ അല്ലെങ്കിൽ വേറെ ആണോ ഉപയോഗിക്കുന്നത് അത് വെച്ചിട്ട് ചെയ്യാം. ഞാൻ ഈ സെയിം മെറ്റീരിയൽ തന്നെയാണ് ലൈനിങ് പീസായിട്ടും ഉപയോഗിച്ചിരിക്കുന്നത്.